ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്, പല സന്ദർഭങ്ങളിലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. കാരണം ചിലർ പറയുന്ന കാര്യങ്ങളാണ്, എത്ര പൂജകളും വഴിപാടുകളും നടത്തിയാലും എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല, അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾ അത് എന്തു തന്നെയാണെങ്കിലും ഈശ്വരന് മുന്നിൽ പോയി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഭഗവാൻ തീർച്ചയായും കേൾക്കുന്നുണ്ട്. അതിനുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകും. പക്ഷെ നമുക്ക് ആ അനുഭവങ്ങൾ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുവാനാണ് വൈകിപ്പോകുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അത് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതിലൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തോ കോൾ ചെയ്തോ സംസാരിക്കാവുന്നതാണ്. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോ, അതല്ല നമ്മുടെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്തോ, ഭഗവാന്റെ മുഖം ഒന്ന് കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരികയാണെങ്കിൽ, അല്ല നമുക്ക് മനസ്സ് വിങ്ങി പൊട്ടുകയാണ്, എന്തെല്ലാമോ കാര്യങ്ങൾ ഭഗവാനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ് എന്ന് പോലും നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ഉറപ്പിച്ചോളൂ, ഭഗവാനുമായി നിങ്ങൾ ഒരുപാട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉടനടി നിറവേറി കിട്ടുമെന്ന് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന സൂചനയാണത്. കാരണം നമ്മൾ ഏതൊരു വ്യക്തികളോടും അല്ലെങ്കിൽ ഏതൊരു ആളുകളോടും കൂടുതൽ അടുക്കും തോറും മാത്രമേ നമുക്ക് അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാനുമായി നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു കണക്ഷനാണ് ഭഗവാൻ നമ്മളിലേക്ക് നമ്മുടെ കണ്ണുനീരിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി ഇതുപോലെ തന്നെ പലരും ക്ഷേത്ര ദർശനത്തിന് പോയി നമ്മൾ ഭഗവാനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് തന്നെ ബഹളം വെച്ച് കരയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കലപില ശബ്ദങ്ങൾ നമ്മളെ ഇടയ്ക്കിടെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭഗവാൻ ഉടൻ നിറവേറ്റി തരും. നമ്മുടെ ജീവിതത്തിൽ ഇനി എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാവുന്ന ആ ഒരു സന്ദർഭമാണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് അറിയേണ്ട കാര്യമെന്നാൽ, നിങ്ങൾ വീട്ടിലാണെങ്കിലും അല്ല ക്ഷേത്ര ദർശനത്തിന് ചെല്ലുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് നമുക്ക് ക്ഷേത്ര മണിയുടെ ശബ്ദമോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ മണി അടിക്കുന്ന ശബ്ദമോ കേൾക്കുകയാണെങ്കിൽ അത് ഒരു ശുഭ സൂചനയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് തന്നെ നിറവേറി കിട്ടുമെന്നും, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്, അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളും മനസ്സിൽ ആവശ്യമില്ല എന്ന് ഭഗവാൻ നമുക്ക് തരുന്ന ഒരു സൂചന കൂടിയാണ് ഈ മണിയുടെ ശബ്ദം എന്ന് പറയുന്നത്. ഇനി അടുത്തതായി, നമ്മൾ വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും പൂജകൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഭഗവാനെ വഴിപാടുകൾ ചെയ്യുന്ന സമയത്തോ മന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്തോ പ്രാർത്ഥിക്കുന്ന സമയത്തോ പല്ലിയുടെ ശബ്ദം കേൾക്കുവാൻ സാധിച്ചാൽ അത് ഉത്തമമാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഉടനടി നിറവേറി കിട്ടുവാൻ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു സൂചനയാണ് ഈ പല്ലിയുടെ ശബ്ദം എന്ന് പറയുന്നത്. പല്ലി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ വെള്ള നിറത്തിലുള്ള പല്ലിയെ കാണുകയോ അല്ലെങ്കിൽ പല്ലിയുടെ ശബ്ദം നിങ്ങൾക്ക് ഇടയ്ക്കിടെ കാണുവാൻ സാധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ എല്ലാം തന്നെ ഉടനടി മാറിക്കിട്ടുന്നതായിരിക്കും. യാതൊരുവിധ ഭയവും വേണ്ട, ജീവിതത്തിൽ ഇനി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാമെന്നാണ് നമുക്ക് ഭഗവാൻ തരുന്ന ആ ഒരു സൂചന. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഭഗവാന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ
പ്രസാദമായി കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഉറപ്പിക്കാം ഭഗവാൻ നമുക്ക് ശുഭസൂചനയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ ഉടനെ തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ, തൊഴിൽ സംബന്ധമാണെങ്കിലും അല്ല, നമ്മുടെ വേറെ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുന്നത് എങ്കിലും ആ കാര്യങ്ങൾ അത് എത്ര തന്നെ വലുതാണെങ്കിലും അത് ഉടൻ തന്നെ നിറവേറി കിട്ടുമെന്നാണ് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ പ്രസാദമായി കിട്ടിയാൽ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. മാത്രമല്ല, ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായി ക്ഷേത്രത്തിനകത്തേക്ക് പോകുമ്പോൾ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കർപ്പൂര ആരതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മകൾ വരുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അവിടെ നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ദീപാരാധന സമയത്തും അതുപോലെ തന്നെ കർപ്പൂര ആരതി ചെയ്യുന്ന സമയത്തും മണിയടിച്ചാണ് പൂജകൾ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര വലിയ വിഷമങ്ങളുണ്ടെങ്കിലും എത്ര വേദനകളുണ്ടെങ്കിലും ഭഗവാനെ കണ്ട് ഒന്ന് തൊഴുതുവാനായിട്ട് നമ്മൾ എത്ര ദൂരെ നിന്നാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് എങ്കിലും നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ വരുന്ന ആ ഒരു കാര്യം, നിങ്ങൾ എന്ത് കാര്യം നിറവേറി കിട്ടുവാനാണോ ഭഗവാനോട് നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം ഉടനെ തന്നെ, ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, ഉടനെ തന്നെ അത് നിറവേറി കിട്ടുവാൻ പോകുന്നു എന്നതിൻ്റെ ഒരു ശുഭസൂചനയാണ് നിങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ദീപാരാധന കാണുവാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചിലർ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന സമയത്ത് നട അടച്ചിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ വന്ന ആ ഒരു സമയം നട അടച്ചിരിക്കുകയാണല്ലോ, ഇനി എങ്ങനെ ദർശനം നടത്തും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഒരു 5-10 മിനിറ്റോ അവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയം എന്ന രീതിയിൽ ഭഗവാന്റെ തിരുനട മാറ്റുന്ന സമയത്ത്, അതായത് അടച്ച നട തുറക്കുന്ന സമയത്ത് ദീപജ്വാലയിൽ ഭഗവാന്റെ മുഖം നമ്മൾ കാണുവാൻ സാധിച്ചാൽ അതിനേക്കാൾ വേറെ ഏതു തരത്തിലുള്ള പുണ്യവും ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. അത്രയും ഭാഗ്യമാണ് ആ ഒരു നിമിഷം നമ്മുടെ കൺമുന്നിൽ എത്തുന്നത് തന്നെ നമ്മൾ 7 ജന്മങ്ങളിൽ ചെയ്ത ഒരു പുണ്യമായി തന്നെ കരുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന സമയത്ത് നട അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നടയടയ്ക്കുക എന്ന് പറയുമ്പോൾ ഓരോ പൂജകൾക്കും ഓരോ സമയത്ത് അവർ തിരയിട്ട് പൂജകൾ ചെയ്ത് വീണ്ടും തിര തുറന്ന് ദീപാരാധന കാണിക്കുന്ന പതിവുകൾ പല ക്ഷേത്രങ്ങളിലുമുണ്ട്. ഉച്ചപൂജയാണെങ്കിലും അതുപോലെ തന്നെ 10 മണി സമയത്താണെങ്കിലും രാവിലെ ആണെങ്കിലും ഇങ്ങനെയെല്ലാം തന്നെ ചില സമയങ്ങളിൽ നൈവേദ്യ പൂജയെല്ലാം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഓരോ ക്ഷേത്രത്തിലെ ആ ഒരു രീതിക്കനുസരിച്ച് മാറുന്നതായിരിക്കും. ഒരു പക്ഷേ നമ്മൾ പെട്ടെന്ന് അറിയാതെ ആ സമയത്ത് പോയി നമുക്ക് നട അടച്ചിരിക്കുകയാണ്, ഇനി ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്ന കാര്യം നിറവേറി കിട്ടില്ലയോ, ഇനി എനിക്കിത് അശുഭകരമായ സൂചനയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത് നട തുറക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ കാണുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ നട തുറന്ന് നിങ്ങൾ ദീപാരാധന കാണിക്കുന്ന സമയത്തോ കർപ്പൂര ആരതി കാണിക്കുന്ന സമയത്തോ കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ തൊഴുതരുത്. ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾക്കൊരു പതിവാണ്, പലരും ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ തൊഴുതുക എന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പലരോടും ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്, നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 5-10 മിനിറ്റ് മാത്രമായിരിക്കും. നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം ആണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിന്ന് തൊഴുതുവാൻ സാധിക്കും. ഇതേ സമയം തിരക്കുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ തിരുപ്പതി, അതുപോലെ തന്നെ തിരുച്ചെന്തൂർ എന്നീ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ഭഗവാനെ കാണുവാനുള്ള ആ ഒരു സമയം മാത്രമേ, 1 സെക്കൻഡോ 2 സെക്കൻഡോ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. തിരുപ്പതിയിലെല്ലാം നമ്മൾ ഏകദേശം ഞാൻ 21 മണിക്കൂർ വരിയിൽ നിന്നിട്ട് ഭഗവാനെ കണ്ട ആ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്. നമ്മൾ ആ സെക്കൻഡ് സമയത്തിൽ എങ്ങനെയാണ് കണ്ണുകൾ അടച്ച് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്? ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ്. തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി ഒരുപാട് പേർ പറഞ്ഞ ഒരു കാര്യമാണ്, 24 മണിക്കൂർ 32 മണിക്കൂർ വരിയിൽ നിന്ന് നമ്മൾ കാത്തു ഭഗവാനെ കാണുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും അവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി, അത് ഏത് നാട്ടിലെ ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, അവർ കൈകൾ മുകളിലേക്ക് തൂക്കി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ പിറകിൽ നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത്? അത് നമ്മൾ
ആരാണെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പല സന്ദർഭങ്ങളിലും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും ഒന്ന് കൈ താഴെ ഇടുന്നു, അല്ലെങ്കിൽ ചില കുട്ടികളെ എടുത്ത് തോളത്തിരുത്തിയിട്ട് അവർ ഭഗവാനെ കാണും. പിറകിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും കാണുവാൻ സാധിക്കില്ല. അത് ഹൈറ്റ് കുറവാണെങ്കിൽ ഒട്ടും കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്കും കൂടി ശല്യമാകാതെ അവരും കൂടി കണ്ടോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിലേക്ക് പോകുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പോയി തൊഴുതുന്നതിലല്ലേ നമുക്ക് കൂടുതലായിട്ട് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം അത് നമ്മൾ കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ അലങ്കാരങ്ങളെ നല്ല രീതിയിൽ കാണുക. അത് ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും ആ അലങ്കാരത്തെ നല്ല രീതിയിൽ കാണുവാൻ ശ്രമിക്കുക. കൈകളിൽ എന്താ പിടിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പൊട്ടുവെച്ചിരിക്കുന്നത്, എന്ത് അലങ്കാരമാണ്, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് എന്നെല്ലാം നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് പിന്നീട് നമ്മൾ പുറത്തു പോയി കണ്ണുകൾ അടച്ച് ആ അലങ്കാരത്തോടു കൂടിയുള്ള മുഖം നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ആ ഒരു സന്ദർഭത്തിലെല്ലാം തന്നെ നമ്മൾ ഭഗവാനെ കൺകുളിർക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഏതൊരു കാര്യത്തിനും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വിഷമിക്കേണ്ടതില്ല. മണിയടിക്കുന്ന ശബ്ദമാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾ കരയുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നില്ലല്ലോ എന്നോർത്തും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചെറിയ പ്രാർത്ഥനകളാണെങ്കിൽ പോലും അത് ഭഗവാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഭഗവാന് അത്രയും വേണ്ടപ്പെട്ടവരാണ്. നിങ്ങൾ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഓരോ ആളുകളും ഭഗവാന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരാണ് എന്ന് നമ്മൾ പരിപൂർണമായും വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഏതൊരു പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് തളരാതെ മുന്നോട്ട് പോവുക. നമ്മളോടൊപ്പം ഭഗവാനുണ്ട്. മനസ്സ് തളരുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങൾ ആരോടും പങ്കുവെക്കാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പടത്തിലേക്ക് നോക്കി 2 ഇറ്റ് കണ്ണുനീർ വിടുക. നമുക്ക് കണ്ണുനീർ എന്ന് പറയുന്നത് സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കടമുള്ള സമയമാണെങ്കിൽ പിന്നെ അത് പറയുകയും വേണ്ട. എത്ര കണ്ണുനീർ വന്നാലും എത്ര വിഷമങ്ങൾ വന്നാലും ഭഗവാന്റെ മുൻപിൽ കരയുക. വേറെ ആരുടെ മുൻപിലും നമ്മുടെ കണ്ണുനീർ നമ്മൾ കാണിക്കാതിരിക്കുക. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് കൂട്ടായി നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതം വീണ്ടും ഇനിയും ഉയർച്ചയിലേക്ക് എത്തും. നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.